ഞാൻ പറഞ്ഞ മറന്നു പോകുന്നു പറഞ്ഞതാണ്. അതെ, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ബാപ്പ. അതെ, ബാപ്പ കുത്തുബിയെ തോന്നിയിട്ടില്ലല്ലോ. കുത്തുബിയെ തോടാത്തവരൊക്കെ മുശ്രിക്കാണ്, കാഫിറാണ് എന്നല്ലേ സുന്നികൾ പറയുന്നത്. കള്ളം ശുദ്ധ മലയാളത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ യാതൊരു നിർലജ്ജം നിങ്ങൾ ധൈര്യപ്പെട്ടു എന്ന് ഖേദപൂർവ്വം എനിക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. മുഹീദ്ദീൻ മാല ചെല്ലാത്തവർ, കുത്തുബിയെ തോടാത്തവരെന്ന് മുസ്ലിമീകളെല്ലാം സുന്നികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു പേര് ഒരാൾ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്താ? ഞങ്ങൾ കാണിച്ചു തരാം. പറഞ്ഞു നേരം മരിച്ച മുജാഹിദുകളാ പറഞ്ഞത്. എന്താ? കുത്തുബിയത്തിൽ ചെല്ലാൻ പാടില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയാം, മുജാഹിദുകളുടെ പ്രസിദ്ധീകരണമാണ് എന്റെ കയ്യിൽ. നോക്കൂ നിങ്ങൾ, മുജാഹിദുകൾ പറയുന്നത് നേരെ മറിച്ചാണ്. അവർ പറയുന്നത് കണ്ടോ? കുത്തുബിയത്ത് ഒരു പ്രാവശ്യം ചെല്ലിയാൽ അവനാണ് നരകത്തിലേക്ക് പോവുക എന്നാണ് മുജാഹിദ് പറഞ്ഞിട്ടുള്ളത്. ചെല്ലാത്തവൻ നരകത്തിലാണെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതാ എന്റെ കയ്യിൽ മുജാഹിദുകളുടെ പ്രസിദ്ധീകരണമായ ഈ അസൽസബീലാണ്. പണ്ഡിത സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എഴുതിയതാണ്. നിങ്ങളിങ്ങനെ സംസാരിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിത് പറയുമ്പോൾ മറുപടി ശ്രദ്ധിച്ചാലേ അടുത്ത ചോദ്യം ഉഷാറായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും വീണ്ടും പറഞ്ഞു തന്നെ പറയേണ്ടി. നിങ്ങൾ നോക്കൂ, മുജാഹിദുകൾ എന്ന് പറയുന്നത് കാണാം അവരുടെ പ്രസിദ്ധീകരണമായ സബീൽ എന്താണ് പറയുന്നത്? ആകയാൽ മുഹയ്യദ്ദീൻ ഷെയ്ഖ് എന്ന് ഒരു പ്രാവശ്യം വിളിച്ചു തേടിയാൽ 4 തവണ കാഫിറാകും എന്നുള്ളതാണ് സത്യം. സൽസബില ഒരു തവണ ഒരു പ്രാവശ്യം വിളിച്ചാൽ 4 തവണ കാഫിറാകും. അപ്പൊ ഒരു കുടുംബത്തിൽ എത്ര വട്ടം വിളിക്കൽ? എത്ര വട്ടം? 1000 വട്ടം വിളിക്കുമ്പോൾ 1000 വിളിക്കും. 4000 വട്ടം കാഫിറാണ് ഒരു കുടുംബിയത്ത് കൊണ്ട് തന്നെ. പള്ളിയിലെ മൊല്ലാദാബും മുസ്രീഖും മുദരീസിനും പഠിപ്പിച്ചല്ലേ തന്നെ എല്ലാ ദിവസവും. അപ്പൊ അവരെ പറ്റി മുജാഹിദ് എന്താ പറയാ? കാഫിർ. എന്ത് ചിന്തിച്ചു നോക്കണം നിങ്ങൾ, എന്തൊരു വിഡിത്തമാണ്. സുന്നികൾ മുഴുവൻ നോക്കൂ, നിങ്ങൾ കഴിഞ്ഞില്ല. ഇതാ ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇത് സൽസബീൽ 993 ഡിസംബർ. അതാ മുസ്ലിയാർ ഒന്നുകൂടി കേട്ടോളി. മുഹയ്യദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണമെന്ന് തേടിയവൻ കാഫിറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവരും കാഫിറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവരും കാഫിറാകുന്നു, ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായിട്ട് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറാകുന്നു. കുട്ടികൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചുട്ടി കളിക്കണ പരിപാടി. അതായത് ചരട്ടോണ്ട് അത് ഞങ്ങൾക്ക് ബിരിയാണി കൊടുക്കണുണ്ടല്ലോ പരിപാടി. ഇത് പുയ്യാപ്പ ഞാൻ മതിയെന്ന് എന്ന് പറയുന്നത് ആ പരിപാടി എന്നതുപോലെ ഈ കാഫിറാക്കാൻ അത്ര മുന്നൊരു പേരിന് വിചാരിച്ചു അറിയാം. ഇത് 100 വട്ടം കാപ്പലാണ്, ഞാൻ 100 വട്ടം കാപ്പല്ല. ഇത് 1000 വട്ടം കാപ്പ, ഞാൻ 1000 വട്ടം കാപ്പ. സുന്ദരം 1000 വട്ടം കാപ്പല്, 1000 വട്ടം കാപ്പ. കുളുത്തു വാണ്ടേ നാടൻ എന്റെ ഭാഷ കടന്നു. ഈ ജാതി പ്രയോഗങ്ങളൊക്കെ പറയേണ്ട വാക്ക് വേറെയാണ്. സഹോദരന്മാരെ, കാഫിറാക്കിയാൽ ചൂട് തീരില്ല. കഴിഞ്ഞോ? നോക്കൂ നിങ്ങൾ, മുസ്ലിമീകൾ കാഫിറാണ് എന്ന് മാത്രമല്ല, മുജാഹിദുകൾ കളഞ്ഞു. നോക്കൂ നിങ്ങൾ, കണ്ടോ? ഇത്തരം ഉദാഹരണങ്ങൾ പറഞ്ഞ് പറയുന്ന മുസ്ലിയാക്കന്മാർ അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയുണ്ട്? സുന്നികൾ മുസ്ലിയാക്കന്മാരൊക്കെ അബൂജഹലിനേക്കാളും കടുത്ത മുശ്രിക്കാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാതെ ഉറപ്പില്ലാതെ എഴുതിയിരിക്കുന്നു. വിവരമില്ലാത്ത മുജാഹിദ് എഴുതിയതല്ലത്. മുജാഹിദുകളുടെ പണ്ഡിത സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉമർ എഴുതിയതാണ്. നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞോ? ഇനി നിങ്ങൾ നോക്കൂ, മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ കാഫിർ മുസ്ലിമാക്കി പൂരി തീരാത്തത് കൊണ്ട് പറയുന്നു. കാഫിറാകുമ്പോ തന്നെ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ കുറെ മുസ്ലിമീങ്ങളുണ്ട്, കാഫിറുകളുണ്ട്. അവർ നമ്മളോട് നല്ല മമതയിലും സ്നേഹത്തിലുമാണ്. അപ്പൊ അങ്ങനെയുള്ള കാഫിറേറ്റാണോ സുന്നികൾ എന്നത് കൊണ്ട് മുജാഹിദുകൾ തിരിച്ചുകയാണ്. ഇവർ സുന്നികളെ കുറിച്ച് പറയാം, യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുസ്ലിമുകൾ ഇങ്ങനല്ലാതെ എങ്ങനെ പറയപ്പെടും? സുന്നികളെ കുറിച്ചാണ് ഈ പറയുന്നത്. സുന്നികളെ കുറിച്ച് കഴിഞ്ഞോ? ഇനി മുസ്ലിങ്ങളെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുക. ഒന്നാകെ മുസ്ലിങ്ങളെ ലിസ്റ്റ് കണ്ടോ? ആരൊക്കെയാണ് മുസ്ലിങ്ങളെ ലിസ്റ്റ്? ഒന്ന് ഹാജി അംറു ബിൻ ഹിശാം അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അതായത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള അബൂജഹൽ, റസൂലുള്ളാഹിനെ ഏറ്റവും ആക്രമിച്ച അബൂജഹൽ കേട്ടില്ലേ നിങ്ങൾ? അബൂജഹലാണ്. അബൂജഹലിന്റെ ടൈറ്റിൽ എന്താ? ഹാജി അബൂജഹല.
ഏതുപോലെ മുജാഹിദിന്റെ കുറെ ആദ്യമാർ അതുപോലെ നമ്മളാദ്യമാർ അബൂജാരാജ്യമാർ പോലെയല്ല ആദ്യം മുജാഹിദിന്റെ ആദ്യമൊക്കെ ആദ്യ അബൂജാൽ. ഞാൻ വെറുതെ പറഞ്ഞ നോക്ക് നിങ്ങൾ മലയാളമാണ്. ആദ്യ അബൂജഹൽ ഇതാണ് ഒന്നാമത്തെ മുശ്രിക്ക്. പ്രസിഡന്റ് സമസ്ത ലോക ജമീയത്തിൽ മുശ്രിക്കുകയും എങ്ങനെയുണ്ട് ആയിക്കോട്ടെ. രണ്ട് പ്രസിഡന്റ് സമസ്ത കേരള ജമീയത്തിൽ ഉലമ രണ്ടാമത്തെ മുശ്രിക്ക്. അത് അന്ന് ചോദിക്കുന്ന കാലത്ത് കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാരായിരുന്നു സമസ്തയുടെ പ്രസിഡന്റ്. അല്ലാഹു അവരുടെ ഖബറിലും സന്തോഷമാക്കുമാറാവട്ടെ. അവിടെ മൂന്ന് പ്രസിഡന്റ് സമസ്ത കേരള സുന്നി മതേസംഘം അന്നത്തെ SYS പ്രസിഡന്റ് ആരാ? പാലക്കാട് PMS തങ്ങള. മുശ്രിക്കിന്റെ മൂന്നാല് ലിസ്റ്റ് അതാണ്. 4 ചെയർമാൻ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതാണ് AK അബൂബക്കർ ഹദ്റത്ത് മരിച്ചുപോയ പണ്ഡിതനാണ്. 5 പത്രാധിപർ സുന്നി ടൈംസ്. അന്ന് SYSന്റെ മുഖപത്രത്തിന്റെ പേര് സുന്നി ടൈംസ് എന്നായിരുന്നു. അമാനത്ത് പോയിന്റ് മുസ്ലിയാരായിരുന്നു അന്നത്തെ പ്രസിഡന്റ്. 6 പത്രാധിപർ അന്നസി മാസിക. നമ്മുടെ ദക്ഷിണ കേരളയിലെ മുഖപത്രമുണ്ടല്ലോ അന്നസി ഷിഹാബുദ്ദീൻ മുസ്ലിയാർ പത്രാലല്ലേ അദ്ദേഹം ദക്ഷിണ കേരള ജമീയത്തുലമ അദ്ദേഹം മുസ്ലിം. പിന്നെ 7 പത്രാധിപർ ഹിസ്ബുൽ ഇസ്ലാം അതേതാ സദഖത്തുള്ള മുസ്ലിയാർ സംസ്ഥാന കേരള ജമീയത്തുലമയുടെ പ്രസിഡന്റ്. 3 പത്രാധിപർ അൽ ജലാൽ മുസ്ലിയാർ. 9 പ്രിൻസിപ്പൽ ജാമിഅ നൂരിയ അറബി കോളേജ് പട്ടിക്കാട് അതായത് അന്നത്തെ പ്രിൻസിപ്പൽ EK ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. ഇവരൊക്കെ മുസ്ലിംകാണ് കാഫിറാണ് എന്നാ പറഞ്ഞത്. എന്താണ് വേണ്ടത്? ഇത് ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുജാഹിദുകൾ. അതുകൊണ്ടായോ പേരെടുത്തുകൊണ്ടുള്ളത് മുസ്ലിക്കാക്കുന്നത്? അത് കണ്ടോ നിങ്ങൾ? അവര് ഇങ്ങനെ മുസ്ലിക്കുകളെ പറ്റിയാണോ അത് പറയുന്നത്? ഇതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, ഊച്ചനാർ മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുണ്ടല്ലോ. വൈനത്തോട്ടുപോകും ഇന്നത്തുള്ള മുസ്ലിക്കും. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴി കൊടുത്താൽ നിങ്ങൾ മുസ്ലിക്കുകൾ തന്നെ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എങ്ങനെയുണ്ട്? കാന്തപുരം മുസ്ലിക്ക്, ശംസുൽ ഉലമ മുസ്ലിക്ക്, KV മുസ്ലിക്ക് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇബ്ലീസ് വഴി മുജാഹിദിന്റെ ഓഫീസിലിറക്കുന്ന ആയത്താണ്. മുസ്ലിക്കാക്കാൻ ഉറപ്പില്ലാത്ത വർഗം. അതുകൊണ്ടായോ മുസ്ലിക്കാക്കി പൂരി തീരാത്തത് കൊണ്ട് അവസാനം അവർ പറയുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾ? മുസ്ലിക്കാക്കിയത് കൊണ്ട് മാത്രമായില്ല, ഇവരെ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന മുജാഹിദ് പറയുന്നു. സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ്. നോക്കൂ നിങ്ങൾ, അവിടെ അൽമനാർ മുഖപത്രമാണ്. അൽമനാറിൽ വ്യക്തമായി അവർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയുന്നു. ഇതിൽ കാണാം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അവരുകൾക്ക് നേർത്തു കയറുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിവിറച്ചവരുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആവശ്യപ്പെടുന്നതിന് തന്മൂലം വഴിതുറക്കുമെന്നും വിഷമങ്ങളെ നീക്കുമെന്നും സുഖസൗകര്യങ്ങളിൽ വഴിതുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. എങ്ങനെയുണ്ട്? ഖബറിലേക്ക് ഭീമാപള്ളി നേർച്ചപ്പെട്ടിട്ടല്ലോ വഞ്ചി. ഞങ്ങളുടെ വഞ്ചി എന്നാണ് വേറൊരു സാധനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ വഞ്ചിയിലേക്ക് പണം നിക്ഷേപിക്കുന്നവൻ, അങ്ങനെ ചെയ്യുന്നവൻ മുസ്ലിക്കാണ്. അവരെ കൊല്ലല് നിർബന്ധമാണ്. സുന്നത്തും കൂടിയല്ല. എങ്ങനെയുണ്ട്? നമ്മളെ കൊല്ലല് നിർബന്ധമാണ് മുജാഹിദിന്റെ ഭാഷ. മലയാളമാണ്. ആർക്ക് നോക്കാം? നിങ്ങൾ ജോലികർത്താവും നോക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. മുജാഹിദ് നമ്മളെ വലിപ്പം ചിരിച്ചിരിക്കുന്ന കാണുമ്പോൾ നല്ല കുട്ടികൾ, നല്ല താലി, നല്ല വിചാരം. ആ ചിരി നല്ലതിനാണ് നമ്മളെ തലയെടുക്കാനുള്ള ജോലിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു കാലത്തിൽ എന്താ തലയെടുക്കാത്തത്? അത് വരവും ചെറുതും വെക്കാത്തത് കൊണ്ടാണ്. അതാണ് ഇതിന്റെ കാരണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയതാണ് മുസ്ലിങ്ങൾ മുസ്ലിക്കാണ് കാഫിറാണ്. അതിന് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ദീർഘകാലം വലിയ സേവനം ചെയ്ത മഹാപണ്ഡിതൻ മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാർ ഗഫറല്ലാഹു മർഹദഹു. മഹാനവറുകളെ കുറിച്ച് അദ്ദേഹം എഴുതുന്നു. നിങ്ങൾ മുജാഹിദിന്റെ പണ്ഡിത സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. EK ഹസൻ മുസ്ലിയാരുടെ വിശ്വാസ പ്രചരണവും കർമ്മ പ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും ബോധ്യമാകുന്നത്, എനിക്ക് ബോധ്യമായത് അദ്ദേഹം കാഫിറാണ് എന്നായിരുന്നു. വ്യക്തികളെ പേരെടുത്ത് കാഫിറാണ്. ഹസൻ മുസ്ലിയാർ കാഫിറാകുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, മുജാഹിദിന്റെ പ്രസിദ്ധീകരണമാണ് സൈസബിയിലാണ് എന്റെ കയ്യിലുള്ളത്. സംസാരിക്കുന്ന തെളിവുകളാണ് ഞാൻ പറയുന്നത്. മുജാഹിദുകൾ സുന്നികളെ മുസ്ലിക്കും കാഫിറുമാണ് എന്ന് ആരോപിക്കുന്ന സംസാരിക്കുന്ന 100 തെളിവുകൾ ഈ നിന്ന നൃത്തത്തിൽ എനിക്ക് കാണിക്കാൻ കഴിയും. അറിയോ നിങ്ങൾ? എന്നിട്ടാണ് ഞങ്ങളെ കുറിച്ച് സുന്നികളെ കുറിച്ച് ഇവിടെ ആരോപണം നടത്തുന്നത്. മുഹ്യിദ്ദീൻമാരെ ചെല്ലാത്തവൻ മുസ്ലിക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉത്തരീയത്ത് ചെല്ലാത്തവൻ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഏത് പ്രമേയ പാസാക്കിയത്? ആരാണ് പാസാക്കിയത്? എവിടെയാണ് പാസാക്കിയത്? ആ പ്രമേയമൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ലെങ്കിൽ കേരളത്തിലുള്ള ആധാരവൃത്ത മുജാഹിദുകളെ മുഴുവൻ ഞാൻ വെല്ലുവിളിക്കുന്നു. ഉത്തരീയ
മൊയ്തീയത്ത് ചെല്ലാത്തവൻ മുസ്ലിമാണ്, മൊയ്തീബാല ചെല്ലാത്തവൻ കാഫിറാണ് എന്ന് സമസ്തയിലെ സുന്നികൾ പാസാക്കിയ പ്രമേയമെന്ന് കാണിച്ചു തരുമോ? തരാൻ കഴിയോ? നുണ പറയുന്നതിൽ വലിയ ഒരു അതിര് കളവ് പറയാൻ നിങ്ങൾ മെനക്കെടരുത്.